നമ്മുടെ ഞണ്ട് ഓടി കളിക്കുവാടാ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബി ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റൊക്കെ ഒന്ന് യാത്ര ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അബുദാബി ഫിഷ് മാർക്കറ്റിലേക്കാണ്. കുറച്ച് നാൾ മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അന്ന് ഇത്ര വലിപ്പമുള്ള ഫിഷ് മാർക്കറ്റൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ ഒന്ന് മറന്ന് നമ്മൾ ചോദിച്ച് വേണം നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ട്. എനിവേ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് അതായത് ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അത് കാണാനൊക്കെ ഉണ്ട്. അന്ന് ആ സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്. ഓക്കെ, ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പെതുക്കെ കണ്ടാണ് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നത്. എന്തായാലും നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓറഞ്ചൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. പൂത്തല്ല, കായ്ച്ച് നിൽപ്പുണ്ടേ. അങ്ങനെ നമ്മൾ ചെടികളും പൂക്കളും ഒക്കെ കണ്ട് നമ്മൾ ഫിഷ് മാർക്കറ്റിന് അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വഴി നല്ല തിട്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ പേരോട് ചോദിച്ചാണ് വരുന്നത് കേട്ടോ. അവിടെ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. എനിക്കൊന്ന് ഫിഷ് മാർക്കറ്റ് പുതുക്കി പണിയുകയാണ്. അപ്പം ഒരു അറിവ് കിട്ടുന്നില്ല. അതെ, പുതുക്കി പണിയാണ് കേട്ടോ. അല്ല, ഫിഷ് മാർക്കറ്റിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിന് അടുത്ത സമീപ പ്രദേശങ്ങളിൽ മറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഏകദേശം ദുബായ് ഫിഷ് മാർക്കറ്റിൻ്റെ കൂട്ട് തന്നെ വലുപ്പം തോന്നിക്കുന്ന ഒരു ഫിഷ് മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളി, ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ദുബൈയിലെ പോലെ തന്നെയാണ് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ. ഫിഷ് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ എനിക്ക് ഒത്തിരി പ്രത്യേകത തോന്നിയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫിഷ് നമുക്ക്, അതായത് നല്ല ഫ്രഷ് ഫിഷ് വാങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഗ്രില്ല് ചെയ്ത് തരാനുള്ള ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മസാല വേണം ആ മസാല ഉപയോഗിച്ച് നമുക്ക് അവിടുന്ന് ഗ്രില്ല് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് കുറച്ച് പിക്കിൾസൊക്കെ, അതായത് കാന്താരി, നെല്ലിക്ക, ലവ്ലോലിക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും വാങ്ങാൻ തീരുമാനിച്ചു. റക്സിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ച് മാങ്ങ, നെല്ലിക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളാണ്. എന്തായാലും അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യം, ദുബായ് ഫിഷ് മാർക്കറ്റിനെക്കാട്ടി കൂടുതൽ ഫിഷുകൾ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അന്ന് നമ്മൾ അവിടെ പോയപ്പോൾ ഫിഷ് ഇല്ലെന്നല്ല, ഉണ്ട്. എന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അബുദാബി ഫിഷ് മാർക്കറ്റാണ് ഫിഷുകൾ കൂടുതലുള്ളതായിട്ട്, വെറൈറ്റി ഫിഷ് കൂടുതലുള്ള ഇവിടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം അതാണേ.
പിന്നെ ഇവിടെ കൂടുതലും മീൻ വിൽക്കുന്നത് നമ്മുടെ മലയാളി ചേട്ടന്മാരാണ്. ദുബൈയിലാണെങ്കിൽ കൂടുതൽ പാകിസ്ഥാനികൾ ആൾക്കാരാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ മലയാളി ചേട്ടന്മാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ വാങ്ങി ഇതാണ് ക്ലീൻ ചെയ്യുന്ന ഭാഗമാണിത്. അപ്പം പിന്നെ നമ്മൾ ഫിഷ് വാങ്ങി അവിടെ കൊടുക്കുക, അവർ ക്ലീനൊക്കെ ചെയ്ത് തരും. പിന്നെ എനിക്ക് ഏറ്റവും പ്രത്യേകത തോന്നുന്നു പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഏത് ഫിഷ് വേണമെങ്കിലും വാങ്ങി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്ത് തരും. അത് കഴിക്കാനുള്ള ഒരു സൗകര്യം അത് നല്ലതാണ്. നമ്മൾ കഴിച്ചില്ല, നമുക്ക് അതിനുള്ള സമയം കാര്യങ്ങളും ഇല്ലായിരുന്നു. മറ്റു സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഓടിച്ചെന്ന് കണ്ട് അവിടുന്ന് പോരുകയാണ് ചെയ്തത്. എന്തായാലും നല്ല ഭംഗിയുള്ളതാകണ്ടില്ലേ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന ഭാഗം. ഇനിവേ നല്ല ഭംഗിയുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ കഴിയുമ്പോഴത്തേന് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ, സൂപ്പറായിരിക്കും. ഫിഷ് മാർക്കറ്റിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിസരത്ത് എന്തൊക്കെയോ കുറേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫിഷ് മാർക്കറ്റാണ് അബുദാബിയിലെ ഫിഷ് മാർക്കറ്റ്. അപ്പം നമ്മളെ കൊണ്ട് വന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് അഭിലാഷ് കുറേ ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മീനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഇവരുടെ വണ്ടിക്ക് കയറിയിട്ട് ഇലക്ട്രിക്കൽ കാറിന് കയറിയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. കാശ് കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിവേ നമ്മളത് യൂസ് ചെയ്തില്ല. ഹായ്, അപ്പോൾ നമ്മൾ അബുദാബി ഫിഷ് മാർക്കറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇതാണ് നമ്മൾ കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. എന്തായാലും വലിയൊരു മാർക്കറ്റാണ്, ഇഷ്ടം പോലെ ഫിഷുകളാണ്. നമ്മുടെ മലയാളികളാണ് ഇവിടെ കൂടുതലും കച്ചവടക്കാർ. പിന്നെ ദുബൈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫിഷ് മേടിച്ച് അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് മസാലയാണോ വേണ്ടത് ആ മസാല ഇട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും. അതൊരു പ്രത്യേകതയാണ്, ദുബൈ കാണാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കാണ് അവിടെ ആ ഒരു ഐറ്റത്തിന് വേണ്ടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. കോന്നൂർ മനൂർ എക്സി അലീന അബ്നേർ അഭിലാഷ്. അപ്പം ബായ്.